നമസ്കാരം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്, നമ്മളേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തി. ഇദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് അധികമാരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ചില അപ്രിയ സത്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയുന്നത്. ജാതിഭ്രാന്തനായ, നിറത്തിന്റെ പേരിൽ ആളുകളെ വേർതിരിച്ച, വംശത്തിന്റെ പേരിൽ മനുഷ്യരെ അളന്ന, ലൈംഗിക വൈകൃത വിശ്വാസങ്ങളുള്ള ആ ഒരു ഗാന്ധിജിയെ അധികം ആർക്കും അറിയില്ല. നമ്മളൊക്കെ ആരോ എഴുതി വെച്ച അവരുടെ പെർസ്പെക്റ്റീവിലുള്ള അന്നത്തെ കാലത്തെ കഥകൾ ചരിത്രമാക്കി പഠിച്ചവരാണ്. അവരുടെ കഥയിലെ വില്ലനും നായകനും ഒക്കെയാണ് നമ്മുടെ ചരിത്ര പുരുഷന്മാർ. എന്നാൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നോ ആരുടെയാണ് യഥാർത്ഥ ശരികളെന്നോ നമുക്കറിയില്ല. അത് അന്നത്തെ കാലത്തേക്ക് തിരിച്ചുപോയി കണ്ട് മനസ്സിലാക്കാനുമാകില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സോഴ്സുകൾ ഉപയോഗിച്ച് അത് വായിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന വീഡിയോ ആണിത്. സോഴ്സുകൾ എന്താണെന്ന് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ സ്ക്രീൻഷോട്ടും ആഡ് ചെയ്യുന്നുണ്ടാകും. എങ്കിൽ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പറയട്ടെ, രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടിയോ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതോ അല്ല, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം തയ്യാറാക്കുന്ന വീഡിയോ ആണിത്. ആധുനിക ലോകത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമുക്കൊരിക്കലും അംഗീകരിക്കാനാകാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടിയ ഒരാളാണ് MK ഗാന്ധി. ബ്രഹ്മചര്യ പരീക്ഷണത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ 70കളിലൊക്കെ മരുമക്കളോടൊപ്പം ചെയ്തു കൂട്ടിയതും നിറത്തിന്റെയും വംശത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രസ്താവനകളും ആരോപണങ്ങളും യഥാർത്ഥത്തിൽ മഹാത്മാ എന്ന വിളിക്ക് അദ്ദേഹം അർഹനാണോ എന്ന ചോദ്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഞാൻ മുമ്പ് പറഞ്ഞു വെച്ചതുപോലെ ഗാന്ധിയുടെ വിചിത്രമായ ബ്രഹ്മചര്യ പരീക്ഷണങ്ങളാണ്. എന്തിനു വേണ്ടിയാണ് ഗാന്ധിജി ഈ ബ്രഹ്മചര്യ പരീക്ഷണങ്ങളൊക്കെ നടത്തി താനൊരു ബ്രഹ്മചാരിയാണ്, തികഞ്ഞൊരു ബ്രഹ്മചാരിയാണെന്നൊക്കെ തെളിയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ വിചിത്രമായ ബ്രഹ്മചര്യ പരീക്ഷണങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. തന്നേക്കാൾ 60 വയസ്സ് കുറഞ്ഞ പെൺകുട്ടികളുമായി, അതും അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളുമായി ചേർന്ന് നഗ്നരായി ഉറങ്ങുകയും കുളിക്കുകയും മസാജിങ്ങും ഒക്കെ ഈ വിചിത്ര പരീക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. എന്നാൽ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ ലൈംഗിക ചൂഷണങ്ങളല്ല, മറിച്ച് ലൈംഗിക പ്രേരണകൾക്ക് മേലുള്ള ആത്മനിയന്ത്രണ പരീക്ഷണങ്ങളായിരുന്നു. 1906 38-ാം വയസ്സിലാണ് ഗാന്ധിജി ബ്രഹ്മചാരിയായി ഇനി അങ്ങോട്ട് ജീവിക്കാമെന്ന് തീരുമാനിക്കുന്നത്. ഭാര്യയോട് ഈ തീരുമാനത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചപ്പോൾ അവർക്ക് എതിർപ്പില്ലെന്ന് പറയുകയാണ്. തുടർന്ന് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിർത്തണോ എന്ന് അദ്ദേഹം തന്റെ ബന്ധുക്കളുമായിട്ട് പോലും ചർച്ച ചെയ്യുന്നു. അങ്ങനെ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 40 വർഷം ബ്രഹ്മചാരിയായി ജീവിക്കുകയാണ്. എന്നാൽ ഇതിനു വേണ്ടി അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. അതാണ് വിവാദപരമായത്. താൻ മാത്രം പോരാ, തന്റെ ചുറ്റുമുള്ളവരും ബ്രഹ്മചാരി ആയിരിക്കണം എന്ന തീരുമാനത്തിൽ വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നു. അതായത് ഗാന്ധിജിയുടെ ബ്രഹ്മചര്യം വെറും മദ്യനിരോധനത്തിൽ അവസാനിച്ചില്ല. അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വീകാര്യമല്ലാത്ത നിരവധി പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം തുടക്കമിട്ടു. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് കുളിക്കണമെന്നും ഒരുമിച്ച് ഉറങ്ങണമെന്നും അദ്ദേഹം തന്റെ ആശ്രമങ്ങളിൽ പറഞ്ഞു. എന്നാൽ അപ്പോഴൊക്കെ അത് ലൈംഗികതയിലേക്ക് പോകാതെ അവർ പവിത്രത നിലനിർത്തണമായിരുന്നു. ലൈംഗിക സംഭാഷണങ്ങൾ ഉണ്ടായാൽ അവർ ശിക്ഷിക്കപ്പെടും. ആശ്രമത്തിലെ നിയമങ്ങൾ പ്രകാരം ആശ്രമത്തിൽ താമസിക്കുന്ന വിവാഹിതരായ ദമ്പതികൾ പോലും ഒരുമിച്ച് ഉറങ്ങാൻ പാടില്ലായിരുന്നു. ഭർത്താക്കന്മാർ ഭാര്യമാരോടൊപ്പം തനിച്ചായിരിക്കരുതെന്ന് ഗാന്ധിജി ഉപദേശിച്ചിരുന്നു. അവർക്ക് വികാരം തോന്നുമ്പോൾ തണുത്ത വെള്ളത്തിൽ കുളിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകി. ഗാന്ധിജിയുടെ നിയമങ്ങൾ വ്യത്യസ്തമായിരുന്നു. തന്റെ ദൃഢനിശ്ചയത്തെ വെല്ലുവിളിക്കാൻ വേണ്ടി തനിക്ക് ചുറ്റും എപ്പോഴും സ്ത്രീകളാൽ ചുറ്റപ്പെട്ടു. 1920കളിൽ ഗാന്ധി രാവിലെയും വൈകുന്നേരവും നടക്കുമ്പോൾ യുവതികളുടെ തോളിൽ കൈവയ്ക്കാൻ തുടങ്ങി. അവരെ അദ്ദേഹം തമാശയായി തന്റെ വാക്കിംഗ് സ്റ്റിക്കുകൾ എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളായ ആഭയും മനുവും അദ്ദേഹത്തിന്റെ പതിവ് വാക്കിംഗ് സ്റ്റിക്കുകളായിരുന്നു. ഇതിനുശേഷം ആശ്രമത്തിലെ യുവതികൾ നടത്തുന്ന വിപുലമായ ദൈനംദിന മസാജിങ്ങും ആരംഭിച്ചു. മസാജിന് ശേഷം കുളിയും സഹായങ്ങളും ഒക്കെ സ്ത്രീ പരിചാരകർക്കൊപ്പം തന്നെയായിരുന്നു. ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി പ്യാരിലാൽ നയ്യാറിന്റെ സഹോദരി സുശീല നയ്യാർ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡോക്ടർ ആയിരുന്നു. കൗമാരകാലം മുതൽ ഗാന്ധിജിയെ പരിചരിച്ചിരുന്നത് ഇവരായിരുന്നു. കുളിക്കുന്നതിൽ അവർ അദ്ദേഹത്തിന്റെ സ്ഥിരം കൂട്ടാളിയായിരുന്നു. ഒരുമിച്ച് കുളിക്കുമ്പോൾ സുശീലയെ നോക്കാറില്ലെന്നും കണ്ണുകൾ ഇറുക്കി അടച്ചിരിക്കാറുണ്ടെന്നും അദ്ദേഹം പലപ്പോഴും അവകാശപ്പെട്ടിട്ടുണ്ട്. കാലം കടന്നുപോയപ്പോൾ ഗാന്ധിയുടെ പരീക്ഷണങ്ങളും പുരോഗമിച്ചു. പോകെ പോകെ യുവതികൾ ഗാന്ധിയോടൊപ്പം നഗ്നരായി ഉറങ്ങുന്നത് ഇതിൽ ഉൾപ്പെടുന്നു.
തുടക്കത്തിൽ ഇത് വെറും ഒരു ഉറക്ക ക്രമീകരണം മാത്രമായിരുന്നുവെങ്കിൽ എന്നാൽ താമസിയാതെ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളുടെ ഭാഗമായി. വസ്ത്രമില്ലാതെ ആകർഷകമായ യുവതികളുടെ അരികിൽ ഉറങ്ങുമ്പോൾ മദ്യനിരോധനം പാലിക്കുക എന്ന പൂർണ്ണ ബ്രഹ്മചര്യന്റെ നിർവ്വാണ അവസ്ഥ കൈവരിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ രീതിയായിരുന്നു അത്ര ഇത്. സുശീലയൊക്കെ കൂടാതെ അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളായ ആഭയും മനുവും അദ്ദേഹത്തിന്റെ സ്ഥിരമായി ഉറങ്ങുന്ന കൂട്ടാളികളായിരുന്നു. മനു എന്ന ഈ പെൺകുട്ടിക്ക് അന്ന് വെറും 19 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അതായത് ഗാന്ധിയുമായി ഏകദേശം 60 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അങ്ങനെ ഗാന്ധിക്ക് പ്രായമാകും തോറും ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ ചുറ്റിപ്പറ്റിയുള്ള സ്ത്രീകളുടെ എണ്ണവും വർദ്ധിച്ചു. പ്രത്യേകിച്ചും ഭാര്യ കസ്തൂർബയുടെ മരണശേഷം ലൈംഗിക ആസക്തിയിൽ അദ്ദേഹത്തിന്റെ നിയന്ത്രണം പരീക്ഷിക്കാൻ കൂടുതൽ സ്ത്രീകൾ അദ്ദേഹത്തോടൊപ്പം ഉറങ്ങാൻ വേണ്ടി നിർബന്ധിതരായി. ആശ്രമത്തിൽ സ്വന്തം ഭർത്താവിനൊപ്പം ഉറങ്ങാൻ അനുവാദമില്ലാത്ത സ്ത്രീകളാണ് ഇവരെന്ന് ഓർക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വീകാര്യമല്ലാത്ത ഒരു അസാധാരണ ജീവിതമാണ് ഗാന്ധി നയിച്ചിരുന്നത്. ഇന്ന് ആരെങ്കിലും ഇത്തരം പരീക്ഷണങ്ങൾക്ക് ശ്രമിച്ചാൽ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരും. വാസ്തവത്തിൽ ആ കാലഘട്ടത്തിലും അത് സ്വീകാര്യമൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റുമാർ മുതൽ ജവഹർലാൽ നെഹ്റു പോലുള്ള മുതിർന്ന നേതാക്കന്മാർ വരെ എല്ലാവരും ഇതിനെ വിമർശിച്ചവരാണ്. സർദാർ വല്ലഭായ് പട്ടേൽ ഇതിനെ ഭയാനകമായ മണ്ടത്തരം എന്നാണ് വിളിച്ചത്. ഇത് നിർത്താൻ വേണ്ടി ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ബാപ്പുജി ആയിരുന്നു. അദ്ദേഹത്തിന് ചുറ്റും ഒരു പ്രഭാവലയവും ഉണ്ടായിരുന്നു. അതിനാൽ പരീക്ഷണങ്ങൾ തുടരാൻ അദ്ദേഹത്തിന് അനുവാദം ലഭിച്ചു. ഇവിടെ നമ്മൾ ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം, ഗാന്ധി അദ്ദേഹത്തിന്റെ ബ്രഹ്മചര്യം തെളിയിച്ചിട്ട് ഇവിടെ ആര് എന്ത് നേടാനാണ് എന്നതാണ്. ഇത്രയും കഷ്ടപ്പെട്ട് അദ്ദേഹം ഈ കാര്യം തെളിയിച്ചിട്ട് എന്തെങ്കിലും നേടാനുണ്ടോ? ഇദ്ദേഹം പറയുന്നത് എന്താണെന്നാൽ 16-ാം വയസ്സിനാണ് താൻ വിവാഹം ചെയ്തത്. അക്കാലത്ത് തന്റെ പിതാവ് വയ്യാതെ കിടന്നപ്പോൾ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ മരണപ്പെട്ടത് എന്ന ഒരു വിശ്വാസം ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ലൈംഗികത എന്തോ ഒരിക്കലും സുഖത്തിന് വേണ്ടിയല്ല, മറിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാകണം എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. കോണ്ടം ഉപയോഗിക്കുന്നത് നമ്മൾ ലൈംഗിക ആസക്തി കൂട്ടുന്നതിലേക്ക് നയിക്കും എന്ന് പോലും വാദിച്ച ആളാണ് ഇദ്ദേഹം. അതുകൊണ്ട് ഇന്ത്യക്കാർ ഇത് ഉപയോഗിക്കരുത് എന്ന് അദ്ദേഹം സ്വയം പ്രസ്താവിച്ചിട്ടുമുണ്ട്. ഇതോടെയും തീർന്നില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഈ അടുത്ത് തന്നെ ഘാനയിലെ ഒരു സർവകലാശാല ക്യാമ്പസിൽ നിന്ന് ഒരു ഗാന്ധി പ്രതിമ നീക്കം ചെയ്തിരുന്നു. അവിടത്തെയും മലാവിയിലെയും പ്രവർത്തകർ ഗാന്ധി മസ്റ്റ് ഫോൾ എന്ന ഹാഷ്ടാഗ് ആ സമയത്ത് വ്യാപകമായി ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ, അതായത് നമ്മുടെ ഗാന്ധിജിയുടെ ആദ്യകാല രചനകളെ കുറിച്ച് വിമർശിച്ചുകൊണ്ടാണ് ഈ രോഷമൊക്കെ നടന്നത്. ഈ രചനകൾ എന്താണെന്നല്ലേ? നമ്മളൊക്കെ മാതൃകയാക്കി കൊണ്ട് നടന്ന ഗാന്ധിയുടെ വർഗീയ പരാമർശങ്ങളാണ് ആ രചനയിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. അതിന്റെ ചുരുക്കരൂപം പറയാം. 1903 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരുന്നപ്പോൾ വെള്ളക്കാർ ആധിപത്യം പുലർത്തുന്ന വംശമായിരിക്കണമെന്ന് അദ്ദേഹം എഴുതിയിരുന്നു. അതേസമയം കറുത്ത വർഗ്ഗക്കാർ വളരെ പ്രശ്നക്കാരാണ്, വൃത്തികെട്ടവരാണ്, മൃഗങ്ങളെ പോലെ ജീവിക്കുന്നവരാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഗാന്ധിജി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ, അതായത് ഒരു ഭൂരിഭാഗം കാലഘട്ടത്തിലും ഒരു വംശീയവാദിയായിരുന്നു എന്നത് അടിവരയിട്ട് കാണിക്കുന്ന തെളിവുകളാണ് ഇതെല്ലാം തന്നെ. ഗാന്ധി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ചിലവഴിച്ചത് ആഫ്രിക്കയിലായിരുന്നു, അറിയാമല്ലോ. അക്കാലത്ത് കൊളോണിയൽ ഭരണത്തിനും ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവകാശത്തിനും വേണ്ടി അദ്ദേഹം ഇവിടെ ഒരുപാട് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇതിനുള്ളിലെ ചില ഇരുണ്ട വശങ്ങൾ നമ്മൾ എവിടെയും ചർച്ച ചെയ്തിട്ടുമില്ല. അതറിഞ്ഞാൽ ഇവരുടെ രോഷത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആഫ്രിക്കയിൽ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഗാന്ധി പോരാടിയത് അത്രയും തന്നെ തങ്ങൾ ആഫ്രിക്കക്കാരെ പോലെ താഴ്ന്ന ജാതിക്കാരല്ലെന്നും നിറത്തിന്റെ പേരിൽ തങ്ങളെ വേർതിരിക്കരുതെന്നുമൊക്കെ തെളിയിക്കാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹത്തെ ട്രെയിനിൽ നിന്നും വെള്ളക്കാർ തള്ളി പുറത്തിട്ട ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നുമായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വേദനിച്ചത് തന്നെ ഇവിടെ ഒരു ആഫ്രിക്കക്കാരനായി ഉപമിച്ചതിലാണ്. പിന്നീട് നടന്നതൊക്കെ ഇന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെ അല്ല എന്ന് തെളിയിക്കുവാനുള്ള പോരാട്ടങ്ങളായിരുന്നു. അതിന്റെ ഭാഗമായി അദ്ദേഹം ആഫ്രിക്കക്കാരെ കാഫിർ എന്ന് പോലും വിളിച്ചിട്ടുണ്ട്. കറുത്ത വർഗ്ഗക്കാരെ അപമാനിക്കാൻ വിളിച്ചിരുന്ന ഒരു ആഫ്രിക്കൻ വാക്കാണ് ഈ കാഫിർ എന്നത്. വെള്ളക്കാരും ഇന്ത്യക്കാരും ഇൻഡോ ആര്യൻസ് ആണെന്നും ആഫ്രിക്കക്കാർ, അല്ലാതെ ആഫ്രിക്കൻ കറുത്ത വർഗ്ഗക്കാരാകട്ടെ തുണി ഉടുക്കാതെ മൃഗങ്ങളെയൊക്കെ പോറ്റി വളർത്തേണ്ടവരാണെന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വാദങ്ങൾ. എന്നിട്ടും ഗാന്ധി മഹാത്മാവായി. ആഫ്രിക്കയിലെ മനുഷ്യരുടെ പോരാട്ടത്തിന്റെ തുടക്കക്കാരനായി അറിയപ്പെട്ടു. അതെ, അധികം ആരും അറിയാത്ത ഗാന്ധിയുടെ മറ്റൊരു മുഖം അത് ഇങ്ങനെയാണ്. അപ്പോൾ ഗാന്ധിയുടെ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.